ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് പോർച്ചുഗീസ് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയുമായി കൂടിക്കാഴ്ച നടത്തും. PM മുദ്രാ യോജന രാജ്യത്തെ യുവതലമുറയ്ക്ക് സ്വയം പര്യാപ്തമാകാമെന്ന ആത്മവിശ്വാസം പകരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘനാൾ പിടിച്ചുവയ്ക്കുന്ന ഗവർണർമാരുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതി. ജമ്മുകശ്മീരിലെ സുരക്ഷാസ്ഥിതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഇന്ത്യയെ സുസ്ഥിര വികസിത രാഷ്ട്രമാക്കുന്നതിന് യുവജനങ്ങൾ കഠിന ശ്രമം നടത്തണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് പോർച്ചുഗീസ് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയുമായി കൂടിക്കാഴ്ച നടത്തും. പോർച്ചുഗീസ് പ്രസിഡന്റ് മാർസലോ റെബലോ ഡിസൂസയുമായും രാഷ്ട്രപതി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാണ് പോർച്ചുഗലെന്നും ഇന്ത്യൻ പ്രവാസി സമൂഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. സുസ്ഥിര ലോകത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ പോർച്ചുഗൽ വിശ്വസ്ത പങ്കാളിയായി നിലകൊള്ളുന്നതായും ശ്രീമതി മുർമു വ്യക്തമാക്കി. ലിസ്ബൺ മേയർ കാർലോസ് മിഡാസ് രാഷ്ട്രപതിയെ കീ ഓഫ് ഓണർ പുരസ്കാരം നൽകി ആദരിച്ചു. പോർച്ചുഗീസ് റിപ്പബ്ലിക് അസംബ്ലി, അൽമേഡയിലെ ഗാന്ധി സ്മാരകം എന്നിവിടങ്ങളും രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. 2 ദിവസത്തെ പോർച്ചുഗൽ പര്യടനം പൂർത്തിയാക്കി രാഷ്ട്രപതി നാളെ സ്ലൊവാക്യയിലേക്ക് തിരിക്കും. 29 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി സ്ലൊവാക്യ സന്ദർശിക്കുന്നത്. രാജ്യത്തെ സംരംഭകർക്ക് വായ്പാ ലഭ്യതയും വളർച്ചയ്ക്കുള്ള ആത്മവിശ്വാസവും സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രാധാന്യം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി പേരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പദ്ധതിയിലൂടെ സാധിച്ചതായും PM മുദ്രാ യോജനയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. മുദ്രാ വായ്പയുടെ 70% ഗുണഭോക്താക്കൾ സ്ത്രീകളാണെന്നും പകുതിയോളം വായ്പകൾ SC, ST, OBC വിഭാഗത്തിൽ നിന്നുള്ളവർക്കാണ് അനുവദിച്ചിരിക്കുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. मुद्रा योजना में किसी सरकार के लिए भी ये आंख खोलने वाला विषय है. ये सबसे ज्यादा लोन के लिए अप्लाई करने वाली महिला है, सबसे ज्यादा लोन प्राप्त करने वाली महिला है और सबसे जल्दी रिपेमेंट करने वाली भी महिला है. यानी ये नया क्षेत्र विकसित भारत के लिए जो संभावना है ना, वो इस शक्ति में पड़ी हुई है, वो दिखाई दे रहा है. മുദ്രാ യോജന ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. പദ്ധതിയിലൂടെ 33 ലക്ഷം കോടി ജനങ്ങൾക്ക് ഈടുരഹിത വായ്പ വിതരണം ചെയ്തതായും യുവതലമുറയ്ക്ക് സ്വയം പര്യാപ്തമാകാനുള്ള ആത്മവിശ്വാസം പദ്ധതി പകരുന്നതായും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലാണ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ മുദ്രാ വായ്പ അനുവദിച്ചത്. ഇന്ത്യയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച മുദ്രാ പദ്ധതി അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രശംസയും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘനാൾ പിടിച്ചുവയ്ക്കുന്ന ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതി. ഇത്തരത്തിൽ 10 ബില്ലുകളിന്മേൽ ഗവർണർ അനുമതി വൈകിക്കുന്നത് ചൂണ്ടിക്കാട്ടി തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. നിയമസഭ രണ്ടാമതും പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിടുന്ന നടപടിയും സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് 3 മാസത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ്. നിയമസഭ രണ്ടാമതും പാസാക്കിയ ബില്ലുകളിന്മേൽ ഗവർണർമാർ 1 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഗവർണർമാർക്ക് ബില്ലുകൾ വീറ്റോ ചെയ്യാൻ അധികാരമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ജമ്മുകശ്മീരിലെ സുരക്ഷാസ്ഥിതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ജൂലൈ മുതൽ ആരംഭിക്കുന്ന അമർനാഥ് തീർത്ഥാടനത്തിനുള്ള മുന്നൊരുക്കങ്ങളും അദ്ദേഹം വിലയിരുത്തും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, കരസേന, സായുധ പോലീസ് സേന, ജമ്മുകശ്മീർ പോലീസ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ശ്രീനഗറിൽ വിവിധ വികസന പദ്ധതികൾക്കും ശ്രീ അമിത്ഷാ ഇന്ന് തുടക്കം കുറിക്കും. ജമ്മുകശ്മീരിലെ വികസന പദ്ധതികളുടെ പുരോഗതിയും അദ്ദേഹം അവലോകനം ചെയ്യും. ഇന്ത്യയെ സുസ്ഥിര വികസിത രാഷ്ട്രമാക്കുന്നതിന് യുവജനങ്ങൾ കഠിന ശ്രമം നടത്തണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഇന്ത്യയുടെ മികവ് മുൻനിര രാജ്യങ്ങൾക്ക് മുന്നിൽ തെളിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ ലൈബ്രറി കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. Physical infrastructure development is not the key to our success. It is required. It is essential. Without that, we cannot put our effort. But we'll have to
mentally prepared that we are going to achieve the target which demands more effort, more commitment, more dedication. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ന്യൂഡൽഹി വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കുന്ന വിരുന്നിൽ അദ്ദേഹം പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും UAE ഉപപ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജമ്മുകശ്മീരിലെ 3 രാഷ്ട്രീയ സംഘടനകൾ കൂടി വിഘടനവാദ സ്വഭാവമുള്ള ഹുറിയത്ത് കോൺഫറൻസിൽ നിന്ന് വേർപിരിഞ്ഞു. ജമ്മുകശ്മീർ ഇസ്ലാമിക് പൊളിറ്റിക്കൽ പാർട്ടി, ജമ്മുകശ്മീർ മുസ്ലിം ഡെമോക്രാറ്റിക് ലീഗ്, കശ്മീർ ഫ്രീഡം ഫ്രണ്ട് എന്നീ സംഘടനകളാണ് പിന്മാറിയത്. തീരുമാനത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാഗതം ചെയ്തു. ഇതുവരെ 11 സംഘടനകൾ ഹുറിയത്ത് കോൺഫറൻസിൽ നിന്ന് അകന്നു നിൽക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 7ാമത് പോഷൺ പഖ്വാഡയ്ക്ക് രാജ്യത്ത് ഇന്ന് തുടക്കം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാരായ പെൺകുട്ടികൾ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവർക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിനാണ് വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ എല്ലാ വർഷവും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പോഷൺ പഖ്വാഡ സംഘടിപ്പിക്കുന്നത്. പോഷണ പക്ഷാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ICDS വയനാട് ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഹഫ്സത്ത് ആകാശവാണി വാർത്തകളോട്. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, കൌമാരപ്രായക്കാർ, പട്ടികവർഗ വിഭാഗങ്ങൾ എന്നീ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി സാമൂഹ്യാധിഷ്ഠിത ജനകീയ പ്രചാരണ പരിപാടികളാണ് പോഷകാഹാര പക്ഷാചരണത്തിൽ ഉൾപ്പെടുന്നത്. ന്യൂനപോഷണമില്ലായ്മ ചെയ്യുന്നതിന് ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏകദേശം 20ഓളം ബന്ധപ്പെട്ട വകുപ്പുകളെയും ഏജൻസികളുടെയും സഹകരണത്തോടുകൂടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറത്ത് പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. ഇന്നലെ വൈകിട്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അമിത രക്തസ്രാവത്തെ തുടർന്നാണ് യുവതി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ആരോഗ്യപ്രവർത്തകർ വീട് സന്ദർശിച്ചെങ്കിലും യുവതി ഗർഭിണിയാണെന്ന വിവരം മനഃപൂർവ്വം മറച്ചുവെച്ചെന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സുമായി ഏറ്റുമുട്ടും. ഉച്ചതിരിഞ്ഞ് 3:30 മത്സരം. രാത്രി 7:30 നടക്കുന്ന രണ്ടാമത്തെ കളിയിൽ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഈ മാസം 12 നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ബംഗളൂരു മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന രണ്ടാം സെമി ഫൈനലിൽ മോഹൻ ബഗാൻ എതിരില്ലാത്ത 2 ഗോളിന് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തിയാണ് കലാശക്കളിക്ക് യോഗ്യത നേടിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത ഇടിവിൽ നിന്ന് മാറി നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ച രാജ്യത്തെ ഓഹരി വിപണികൾ. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1575 പോയിന്റ് ഉയർന്ന് 74,713-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 489 പോയിന്റ് നേട്ടത്തിൽ 22,651-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 480 രൂപ താഴ്ന്ന് 65,800 രൂപയും ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 8,225 രൂപയുമാണ് ഇന്നത്തെ വില. ചൈന ഏർപ്പെടുത്തിയ പകര തീരുവ ഇന്ന് പിൻവലിച്ചില്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ചുമത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ പ്രതികരണവുമായി ചൈന. അമേരിക്കയുടെ സമ്മർദ്ദ നടപടിയെ അംഗീകരിക്കില്ലെന്ന് ചൈന വ്യക്തമാക്കി. ചൈനീസ് ഇറക്കുമതികൾക്ക് 104% വരെ തീരുവ ചുമത്തുന്ന വിധത്തിലാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് പോർച്ചുഗീസ് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയുമായി കൂടിക്കാഴ്ച നടത്തും. PM മുദ്രാ യോജന രാജ്യത്തെ യുവതലമുറയ്ക്ക് സ്വയം പര്യാപ്തമാകാമെന്ന ആത്മവിശ്വാസം പകരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘനാൾ പിടിച്ചുവയ്ക്കുന്ന ഗവർണർമാരുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതി. ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഇന്ത്യയെ സുസ്ഥിര വികസിത രാഷ്ട്രമാക്കുന്നതിന് യുവജനങ്ങൾ കഠിന ശ്രമം നടത്തണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.